അപ്പോൾ എല്ലാവരും പൊങ്കാലയ്ക്ക് റെഡിയല്ലേ? അതുപോലെ തന്നെ നമ്മളും പൊങ്കാലയ്ക്ക് റെഡിയായി രാവിലെ തന്നെ കുളിച്ച് സുന്ദരികളായി ഇറങ്ങിയിട്ടുണ്ട്. റോഡിൽ അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊരു 6 ആ സമയത്താണ് ഇറങ്ങിയത്. പിന്നെ നേരത്തെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു പോപ്പു. കണ്ണും മൂക്കും വായും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതെല്ലാം കഴിഞ്ഞു. കുറച്ച് നേരം നല്ല ചില്ലായിട്ടൊക്കെ അവിടെ ഇരുന്നു. പിന്നെ നമ്മുടെ ആർട്ട് വർക്ക് ഈസ്തറ്റിക്സ് നമുക്കിത് മുഖ്യമാണല്ലോ. നമ്മളത് വിടില്ല, എവിടെ പോയാലും അത് കീപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സോണിയുടെ ഒക്കെ എല്ലാവർക്കും ഹായ് ഉണ്ട്. ഗോപുവിൻ്റെ മമ്മിയാണ്. പിന്നെ നമ്മൾ പയ്യനെ ഗണപതി ഹോമത്തിനൊക്കെ ഒരുക്കി പൊങ്കാലിടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പൊങ്കാലിടാൻ വേണ്ടി എല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ തീ കൊണ്ടുവന്ന് കൊളുത്തി. പിന്നെ പുകമയമായിരുന്നു. പിന്നെ പുക കൊള്ളുന്നത് ഒരു സുഖമാണ് കേട്ടോ. കാരണം നമ്മൾ ഹൃദയമൊക്കെ നിന്നിട്ട് ആ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റ് വരുമ്പോൾ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ആ പൊങ്കാല ഇടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം പയ്യനെ ഈ വർഷത്തെ പൊങ്കാലയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ